ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിമ്മി അനിൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു സമോസയുടെ റെസിപ്പിയുമായിട്ടാണ്. പഞ്ചാബി സമോസ. പഞ്ചാബി സമോസ ഓൾമോസ്റ്റ് മിക്കവർക്കും അറിയാവുന്നതാണ് അല്ലേ. ഒരു ലുക്ക് തന്നെ അതിനൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫ്ലേവറും ഡിഫറെൻ്റാണ്. അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിൽ 2 കപ്പാണ് കേട്ടോ. ഇനി അത് നമ്മൾ ഏത് പാത്രത്തിലാണോ കുഴയ്ക്കുന്നത് ആ പാത്രത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ്. പിന്നെ ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പ്. ഇനി അതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ അരിമോദകമാണ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ അജ്വാൻ സീഡ് എന്ന് പറയും. അതാണ് ഇപ്പം ഇനി ചേർത്ത് കൊടുക്കുന്നത്. അതൊരു പ്രത്യേക ഫ്ലേവറും ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടാൻ വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് കൈകൊണ്ട് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോഴാണ് അരിമോദകത്തിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ഉപ്പും ഓയിലും എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് നല്ലതായിട്ട് കിട്ടത്തുള്ളൂ. ഇതുപോലെ നല്ലതായിട്ടൊന്ന് ഞെരടി വേണം നമ്മുടെ പൊടി ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ലേ, ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം. അപ്പം കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം കുഴച്ചെടുക്കാനായിട്ട്. ആദ്യം തന്നെ ഒരുമിച്ചങ്ങ് വെള്ളം ഒഴിക്കരുത്. ഈ ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കാം. ഒത്തിരി അങ്ങ് ലൂസായി പോകാതെ ശ്രദ്ധിക്കണം. കുറച്ചൊരു ടൈറ്റ്നെസ് വേണം. അപ്പം മാവ് കാണുമ്പോൾ തന്നെ അറിയാം ഒത്തിരി ലൂസല്ല, കുറച്ച് ടൈറ്റായിട്ടുള്ളൊരു മാവാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി ഒരു സ്വല്പം ഓയിൽ മുകളിൽ ഇതുപോലൊന്ന് പുരട്ടി കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് സമോസയിലോട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തത്. ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് വേണം ചേർത്ത് കൊടുക്കാൻ. അതുപോലെ 2 പച്ചമുളക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ തീരെ ചെറുതായിട്ട് വേണം അരിയാനായിട്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് പൊടികളാണ്. ക്യുമിൻ പൗഡർ, അതായത് നല്ല ജീരകം 1 ടേബിൾ സ്പൂണ്. പിന്നെ ചേർക്കുന്നത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് 1/4 ടീസ്പൂണ്. കൊറിയാണ്ടർ പൗഡർ 1/2 ടേബിൾ സ്പൂണ്. പെപ്പർ പൗഡർ 1/4 ടീസ്പൂണ്. ഗരം മസാല 1/2 ടീസ്പൂണ്. കാശ്മീരി ചില്ലി 1/2 ടീസ്പൂണ്. ഇനി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് ചേർക്കുന്നത് ഡ്രൈഡ് മാംഗോ പൗഡറാണ്, അതായത് പച്ചമാങ്ങ ഉണക്കി പൊടിച്ചത്. അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. ലൈറ്റായിട്ടൊരു പുളിയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ചേർക്കുന്നത് കസ്തൂരിമേത്തിയാണ്. ഒരു 3/4 ടേബിൾ സ്പൂൺ കസ്തൂരിമേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ സമോസയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. ഇനി അതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് പീസാണ്, ഗ്രീൻ പീസ്. ഇത് ഫ്രഷ് ഗ്രീൻ പീസ് ആയിരുന്നു. ഇത് ഞാൻ വെള്ളത്തിലിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്താണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഗ്രീൻ പീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതിനുശേഷം അതിലേക്ക് ചേർക്കുന്നത് 2 മീഡിയം സൈസ് പൊട്ടറ്റോയാണ്. അതും ഇതുപോലെ വേവിച്ച് ഉടച്ചെടുത്തേക്കുന്നതാണ്. ഇനി ഈ മസാലയിലിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒത്തിരി അങ്ങ് നമ്മൾ ഉടച്ചെടുക്കരുത്. പൊട്ടറ്റോ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പം കണ്ടിട്ടില്ലേ, പൊട്ടറ്റോ ഒരു സ്വല്പം നമുക്കിങ്ങനെ കടിക്കാൻ വേണ്ടി കിട്ടും, അല്ലാതെ അങ്ങ് ഭയങ്കരമായിട്ട് കുഴച്ചവരെടുക്കാറില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇതുപോലെ എടുക്കുക. ഉപ്പ് നോക്കിയപ്പോൾ കുറവായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പം ഞാനൊരു സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്.
ഇതുപോലെ ഡ്രൈ ആയിട്ട് വേണം ഇരിക്കാനായിട്ട്. ഒട്ടും വെള്ളമൊന്നും ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇനി അതിലേക്ക് ചേർക്കുന്നത് കൊറിയാണ്ടർ ലീവ്സും അതുപോലെ തന്നെ പുതിന ലീവ്സും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒത്തിരി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സമോസയ്ക്കുള്ള ഫില്ലിങ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ മുമ്പേ കുഴച്ച് വെച്ച മാവില്ലേ, അതിപ്പോൾ ഇത് ഞാൻ ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ എടുത്തിട്ടുണ്ട്. കണ്ടോ, അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു രീതിയിൽ വേണം ഇരിക്കാൻ കേട്ടോ, ഒട്ടും വെള്ളമായി പോകരുത്. ഇനി അതിനെ ഓരോ ബോൾസായിട്ട് ഇതുപോലെ നമ്മൾ എടുക്കാം. ഏകദേശം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചപ്പാത്തിയില്ലേ, ആ ഒരു പരുവത്തിൽ എടുത്താൽ മതി, ഒത്തിരി വലുപ്പത്തിലാവരുത്. നമ്മളിത് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. ഒരു സ്വല്പം എണ്ണ തേച്ചിട്ട് വേണം പരത്താനായിട്ട്. ഇത് എണ്ണയിൽ വറുത്ത് കോരുന്നതല്ലേ, അപ്പം നമ്മൾ പൊടിയിട്ട് പരത്തി കഴിഞ്ഞാൽ എണ്ണ ഒത്തിരി കുടിക്കും. അതുകൊണ്ടാണ് സ്വല്പം ഓയിൽ ഇതുപോലെ തടവിയിട്ട് നമ്മൾ പരത്തിയെടുക്കുന്നത്. ഇതുപോലെ ഒരു ഓവൽ ഷേപ്പിൽ വേണം ചെയ്യാനായിട്ട്. അതിനെ എന്നിട്ട് നമ്മൾ സെൻറ്ററിൽ കൂടെ തന്നെ ഇതുപോലെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഒരു പോർഷൻ എടുക്കുക, ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് പരത്തുക. ഒത്തിരി വലിപ്പമായി പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു പരുവത്തിൽ പരത്തിയെടുക്കുക. ഇനി അതിനെ മടക്കുന്നതാണ് കാണിക്കുന്നത്. ആദ്യം ഇതുപോലെ ഒരു സ്വല്പം വെള്ളം സൈഡിൽ കൂടെ എല്ലാം ഇതുപോലെ തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിനെ ഒരു കോൺ ഷേപ്പിലാണ് മടക്കുന്നത്. ഈ മടക്കുന്നതുണ്ട്, ഈ ഒരു രീതിയിൽ വേണം നമ്മൾ അതിനെ മടക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഒന്നൊന്നിൻ്റെ മുകളിലോട്ട് വേണം വയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ അത് വിട്ടുപോകും. ഇപ്പം ശരിക്കും നമുക്കൊരു കോൺ ഷേപ്പ് കിട്ടിയില്ലേ. ഇനി അതിനകത്തോട്ട് ഫില്ലിങ് വെച്ച് നിറയ്ക്കണം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ടും സ്വല്പം വെള്ളം ഇതുപോലെ മുമ്പേ അത് ഒട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ സ്വല്പം വെള്ളം ഇതുപോലെ തേച്ച് കൊടുക്കാം. ഇനി അത് മടക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. നമ്മളിപ്പോൾ കൂട്ടി യോജിപ്പിച്ച സൈഡില്ലേ, ആ സൈഡ് ആദ്യം ഇങ്ങനെ നമ്മൾ അങ്ങോട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുക ഇതുപോലെ. അതിനുശേഷം ഇതുപോലെ പിടിച്ചതിന് ശേഷം നമ്മൾ ഓപ്പോസിറ്റിൽ നിന്ന് ഇതുപോലെ പ്രസ് ചെയ്യുക. ഇനി നമ്മൾ മുമ്പേ വെച്ച ആ ഒരു കോർണറില്ലേ, അതും ഇപ്പം മടക്കിയതുമായിട്ട് ഇതുപോലെ നമ്മൾ യോജിപ്പിച്ച് വെക്കുക. എന്നിട്ട് അടിഭാഗം ഇതുപോലെ നമ്മൾ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അതിനെ നമ്മൾ കുത്തി നിർത്തണം ഇതുപോലെ. അപ്പം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പഞ്ചാബി സമോസ എന്ന് പറയുമ്പോൾ ആ ഒരു ലുക്ക് വരുന്നത് അല്ലേ. ഇതല്ലേ അതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ വേണം നമ്മൾ ഈ സമോസകളെല്ലാം പിടിച്ചെടുക്കാനായിട്ട്. ഇനി ഒരെണ്ണം കൂടെ അതുപോലെ തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വെള്ളം തേച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു കോണ് പോലെ ഇതുപോലെ മടക്കിയെടുക്കുക. ഒന്നൊന്നിൻ്റെ മുകളിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ഫില്ലിങ് നിറയ്ക്കുക. അതിനുശേഷം സ്വല്പം വെള്ളം മുകളിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുകൾഭാഗം ഒന്ന് ഒട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ വെള്ളം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി അത് കോർണർ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മറ്റേ സൈഡും ഇതുപോലെ ഈ സൈഡിലോട്ട് നമ്മൾ നിൽക്കുന്ന സൈഡിലോട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആദ്യം നമ്മൾ ഒട്ടിച്ചതും ഇപ്പോൾ പ്രസ് ചെയ്തതും കൂടെ ഒരു കോർണർ അതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പഞ്ചാബി സമോസ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ വറുത്ത് കോരണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പി ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന സമോസകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു മീഡിയം തീയിൽ വെച്ച് വേണം ചെയ്യാൻ. ഒത്തിരി കൂടിയും പോവല്ല, കുറഞ്ഞും പോവരുത്. കുറഞ്ഞു പോയാൽ എണ്ണ പിടിക്കും. അപ്പോൾ ഒരു മീഡിയത്തിൽ വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്.
ഓൾറെഡി നമ്മുടെ മസാല എല്ലാം റെഡി ആയതാണ്. ജസ്റ്റ് ആ മാവ് മാത്രം ഒന്ന് നമുക്ക് വെന്ത് കിട്ടിയാൽ മതി. അതിൻ്റെ ഒരു ഇതുപോലൊരു കളർ വന്ന് തുടങ്ങുമ്പോഴത്തേക്കിന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. ഒത്തിരി മൂത്ത് പോവല്ലേ. ഏകദേശം ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കിന് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയുള്ള സമോസയും ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. എനിക്ക് ആ 2 കപ്പ് മാവിൽ നിന്ന് 14 സമോസയോളം കിട്ടിയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഒട്ടും തന്നെ എണ്ണയൊന്നും പിടിച്ചിട്ടില്ല. അതുപോലെ ഞാനിവിടെ താമരിൻ സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ഉണ്ട്. താമരിൻ സോസിൻ്റെ റെസിപ്പി നെക്സ്റ്റ് ടൈമിൽ എപ്പോഴെങ്കിലും ഞാൻ ഇടാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കല്ലേ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു. ബൈ.